പോറ്റി ഒറ്റയ്ക്കല്ല പോറ്റിയത്. അയ്യപ്പനെ പോറ്റിയത് പോറ്റി ഒറ്റയ്ക്കല്ല, പോറ്റിയുടെ പിന്നിലൊരു മാഫിയ തന്നെയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സംശയം. കാരണം വിജയം മല്യ കൊണ്ടുവന്ന് വാതിലിൽ പൂശിയല്ല, അത് ഒരു 800 ഗ്രാം സ്വർണത്തിൻ്റെ പാളി തന്നെ ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കുകയായിരുന്നു. അപ്പോൾ ആ സ്വർണം ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോകുമ്പോൾ അത് പിച്ചളയായി മാറ്റുകയും അതെന്നിട്ട് സ്വർണം പൂശിയ പോലെ ജയറാമടക്കമുള്ള ആളുകളെ കൊണ്ടുവന്ന് പൂജിച്ച് അത് തിരികെ കൊണ്ടുവന്ന് വയ്ക്കണമെങ്കിൽ ഇത് ഒറ്റയ്ക്കൊരു പോറ്റിക്ക് അതിനുള്ള കഴിവുണ്ടാവില്ല. അതിൻ്റെ ബാങ്ക് അക്കൗണ്ടിലൊക്കെ ഇഷ്ടംപോലെ പൈസ വന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ പോറ്റി ഒറ്റയ്ക്കല്ല അതിൻ്റെ പിന്നിൽ, ഒരു മാഫിയ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നിരീക്ഷിച്ചു വരുന്നത്. അതിൻ്റെ പിന്നിൽ ആരാണ്? ഇത് അന്വേഷിച്ച് വരുമ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ തെളിവുകളൊന്നും ഉണ്ടാവില്ല. കാരണം തെളിവുകളാണല്ലോ കോടതിക്ക് ആവശ്യം. എല്ലാ സ്ഥലവും എല്ലാവരും പരാജയപ്പെട്ടു പോകുന്നത് അവിടെയാണ്. കോടതിയിൽ വരുമ്പോൾ ഇതിനൊന്നും തെളിവുണ്ടാവില്ല. അതെല്ലാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കഥകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതുപോലെ അവിടെ നിന്നായിരുന്നു, ഇവിടെ നിന്നായിരുന്നു, അവരൊക്കെയുണ്ട്, ഇവരെല്ലാമുണ്ട് എന്നൊക്കെ ഇങ്ങനെ നമ്മൾ സാധാരണക്കാരായ ആളുകൾ ചാനലിൽ കൂടി ഇത് കേട്ടുകൊണ്ടിരിക്കും. അവസാനം തോറ്റും ഈ മുതൽ നഷ്ടപ്പെടുകയും അവസാനം ഇതെടുത്ത ആളുകൾ ഉണ്ടാവില്ല, തെളിവില്ല, കോടതിക്ക് തെളിവില്ലാണ്ട് വരും. അതാണ് എല്ലാ സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുമായിരുന്നത്. അപ്പോൾ അതിവിദഗ്ധമായ രീതിയിലാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ അമ്പലങ്ങളിലൊക്കെ ഇരിക്കുന്ന സ്വത്തുക്കൾ ആളുകൾ തട്ടിയെടുക്കുന്നപ്പോൾ കാലടിയിൽ ഒരു അമ്പലത്തിൽ ഒരു മരതകത്തിൻ്റെ വലിയൊരു കല്ല്, നല്ല ഒരു എത്രയോ കിലോ വരുന്ന കല്ലാണ്. അത് നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായി. അത് മൈസൂർ രാജാവ് കൊടുത്താണ്. ആ സാധനം ഇതുവരെ ഇവിടെ പോയെന്ന് ഒരു പിടുത്തമില്ല. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ. ഇതൊന്നും കാത്ത് സംരക്ഷിക്കാനൊന്നും ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ഒരു ദേവസ്വത്തിനോ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. എന്നിട്ട് മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തി മതത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളെ പരസ്പരം ശത്രുക്കളാക്കി മാറ്റി അവരെ തമ്മിൽ തല്ലിക്കുന്നൊരവസ്ഥയിലേക്കാണ് ഇവിടെ രാഷ്ട്രീയം എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്.